ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അജ്മൽ ഹദീസ് മാർക്കറ്റിംഗ്. വൈ മെറ്റ ആഡ്സ്? എന്തുകൊണ്ട് മെറ്റ ആഡ്സ് നമ്മൾ ചെയ്യണം? മെറ്റ ആഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഫേസ്ബുക്ക് വഴിയായാലും ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ ഫേസ്ബുക്കിൽ മാത്രം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലൂടെ റൺ ചെയ്യാം, മെസ്സഞ്ചറുകളിലൂടെ റൺ ചെയ്യാം. ഇനിയിപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്, വാട്സപ്പിലൂടെ ആയാലും ത്രെഡ്സ്, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളും പുതിയ അപ്ഡേഷനിലേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്ഡേഷൻസ് ദിവസവും നടക്കുന്നൊരു മേഖലയാണ് മെറ്റ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പുതിയ വരുന്ന അപ്ഡേഷനാണ്. വാട്സപ്പ് ത്രൂവിലും നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് സ്റ്റോറീസൊക്കെ കാണുന്നതിൻ്റെ ഇടയിലും കൂടി ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ് കുത്തിത്തിരിക്കാനുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് എന്തുകൊണ്ട് ഒരാൾ മെറ്റ ആഡ്സ് തിരഞ്ഞെടുക്കണം എന്നൊരു സംഗതി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു 5 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തത്, ലോകത്തിലെ എല്ലാ ആളുകളിലേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ സംഗതി എത്തിക്കാൻ കഴിയും. മാസീവ് റീച്ച് ആൻഡ് വിസിബിലിറ്റി എന്ന് പറയും. അതിൻ്റെ ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ 2-3 ബില്യൺ 5 ബില്യൺ അങ്ങനെ ടോട്ടലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു 13 ബില്യണോളം ആളുകൾ യൂസേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഒരു 6 ബില്യണെങ്കിലും 7 ബില്യണെങ്കിലും എന്തുണ്ടാവും, യൂസേഴ്സ് ഇതുണ്ടാവും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടി നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസിങ് ദ ഇൻ്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് ഡിവൈസ് ടു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ വിശാലമായിട്ട് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ മേഖല കുറച്ച് വലുതാകും. മറ്റേത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ മാർക്കറ്റിംഗ് ടാക്ടിക്സ് യൂസ്ഡ് ഓഫ്ലൈന്, സാധാരണ നമ്മൾ നോട്ടീസ്, പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ അതുപോലത്തെ ഒരു പരിധിയിൽ ഒതുങ്ങുന്നൊരു സംഗതിയേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഹയർ ലെവൽ ഓഫ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് കുറച്ച് നല്ല ലെവലിലേക്ക് പോകും, വിശാലമായ. ഒരു ചെറിയൊരു ഫണ്ടിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ ധാരാളം ഒരു 500 രൂപക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ 1000ൻ്റെ മുകളിൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഇംപ്രഷൻസ് എന്താകും, അത് കാണുന്ന ആളുകളും അത് ക്ലിക്ക് ചെയ്യുന്ന ആളുകളുടെയും എണ്ണം 2000-3000 ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലോ ലിറ്റിൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ആ നോട്ടീസ് ആയാലും ചിലപ്പോൾ അത് ഒന്ന് വായിക്കാൻ പോലും ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അടുത്തത്, ബിഗ്ഗർ ഓഡിയൻസ് റീച്ച്. വലിയ ഒരു ഓഡിയൻസിൻ്റെ ഒരു റേഞ്ച് നമുക്ക് കിട്ടും. അതായത് വേൾഡ് വൈഡ് ലെവലിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളൊരു ചെറിയ ഒരു പ്രൊഡക്റ്റ് എന്താണോ ആ ഒരു സംഗതി അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. മറ്റേതോ അതൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സിറ്റിയിൽ കുറച്ച് ആളുകൾക്ക് കടകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു സിറ്റികളിലേക്ക് പോയാലും അവിടെ നമ്മൾ കാണുന്ന ആളുകൾക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ആ ഒരു സംഗതി എത്തിക്കാൻ കഴിയുള്ളൂ. നാലാമത്തെ കാര്യം, ലെസ് എക്സ്പെൻസീവ് ആൻഡ് മോർ എഫക്റ്റീവ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് വളരെ കുറവാണ്, പക്ഷേ എഫക്റ്റ് അത് നല്ല വലുതായിരിക്കും. അതിൻ്റെ ഒരു റിയാക്ഷനും അതിൻ്റെ റിസൾട്ട് എല്ലാം കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാകുക. പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആവും നോ കൺട്രോൾ ഓവർ ടൈമിംഗ് ആൻഡ് ഹയർ കോസ്റ്റസ്. അപ്പോൾ എന്തായാലും പോസ്റ്റർ അടിക്കാനും ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം, പ്രിൻ്റ് എടുക്കാനായാലും അതിൻ്റെ കളർ തീമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ പല രീതിയിൽ നമുക്കത് ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കും. ഇതാണ് ഈ ഒരു ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു 4 കാര്യങ്ങളിലാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് ഉള്ളത്. നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്, നെക്സ്റ്റ് എപ്പിസോഡ്സൊക്കെ
എങ്ങനെ മെറ്റാ ആഡ്സ് ചെയ്യണം, അതിൻ്റെ തുടക്കം എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടാർഗറ്റിംഗ് ആണ്. ഹൈപ്പർ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഹൈപ്പർ സ്പെസിഫിക് ഓഡിയൻസ് ടാർഗറ്റിംഗ്. അതിലെന്തൊക്കെയാണ് വരിക? അതിൽ ഏജ് സെലക്ഷൻ ഉണ്ടാകും. എത്ര ഏജ് മുതൽ എത്ര ഏജ് വരെയാണ് നമ്മളെ ഓഡിയൻസിന് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് എന്താണ് അതിനുമായി ബന്ധപ്പെട്ട ട്യൂഷൻ സെൻറ്ററുകൾ, അങ്ങനത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ, അതൊക്കെ ആണെങ്കിൽ ഒരു +1 +2 ഉള്ള കുട്ടികളെ നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളതാണെങ്കിൽ അവരെ ഒരു ഏജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കത് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഏതൊരു മേഖല ആണെങ്കിലും നമുക്കൊരു എംപ്ലോയീസ് വേണം. ഒരു 20 വയസ്സിൻ്റെയും ഒരു 35 വയസ്സിൻ്റെ ഇടയിലുള്ള എംപ്ലോയീസിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഓഡിയൻസിൻ്റെ ടാർഗറ്റിൽ ഏജിൻ്റെ അവിടെ നമ്മൾ 20 to 30 എന്ന രീതിയിൽ അവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ജെൻഡർ, വിമൻസിനെ മാത്രമാണ്, ഫീമെയിൽസിൻ്റെ എൻട്രി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫീമെയിൽസ് മാത്രം സെലക്ട് ചെയ്യുക. ഇനി മെൻസ് മാത്രമാണെങ്കിൽ, ആണുങ്ങൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. 2 പേരുടെയും നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ടീമിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലൊക്കേഷൻ നമുക്കിപ്പോൾ ഒരു കാലിക്കറ്റ് അറൗണ്ട്സ് ഒരു 40 കിലോമീറ്റർ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു 20-20 കിലോമീറ്റർ മതിക്ക് അത്രയും സെലക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഒരു കാലിക്കറ്റ് ജില്ല മുഴുവനാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, വയനാട്, മലബാർ ഏരിയകൾ മാത്രമാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഓരോ ജില്ലകൾ സെലക്ട് ചെയ്യാം, സിറ്റികൾ സെലക്ട് ചെയ്യാം. ഇനി കേരള ഓൾ കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യാം. കൺട്രി റീജിയണൽ ഓപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ആണെങ്കിൽ ഓൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അടുത്തത് ലാംഗ്വേജിൽ നോക്കിയാലും അത്യാവശ്യം നമ്മൾ സെലക്ട് ചെയ്ത നാടുകളിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ ലാംഗ്വേജുകളും അതിലുണ്ട്. പുറത്തുള്ള ഏത് ലാംഗ്വേജ് നോക്കിയാലും നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ആ ലാംഗ്വേജ് സംസാരിക്കുന്നവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യും, ഓഡിയൻസ് ടാർഗറ്റ് ചെയ്തിട്ട് മെറ്റ നമുക്ക് സെറ്റാക്കി തരും. അടുത്തത് ഫിറ്റ്നസ്, ഫാഷൻസ്, മൂവീസ്, ഷോപ്പിങ്സ്, അങ്ങനെ അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അതെല്ലാം നമുക്കവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബിഹേവിയർ ബേസിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പേഴ്സിൻ്റെയും ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ്, ഗാഡ്ജറ്റ് ലവേഴ്സ്. അപ്പോൾ ഗാഡ്ജറ്റ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ പല ഗാഡ്ജറ്റാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഗാഡ്ജറ്റ് ലവേഴ്സ് എന്ന ഒരു ഓപ്ഷൻസ് അതിലുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് എന്ത് ചെയ്യും, റീടാർഗറ്റ് വെബ്സൈറ്റ്, അതായത് നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്ന ആളുകളെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ജനറേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇമെയിൽ ലിസ്റ്റ് നോക്കിയിട്ട് ആ ഒരു ബേസിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ പാസ്റ്റ് കസ്റ്റമേഴ്സ്, അതായത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റീൽ വീഡിയോ കണ്ട ആളുകളെ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീൽസിൽ കണ്ട വ്യൂവേഴ്സ്, അല്ലെങ്കിൽ അത് കണ്ട ആളുകൾ, അത് ഇംപ്രഷൻ ചെയ്ത ആളുകളാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ വ്യൂവേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ആ വ്യൂവേഴ്സിനെ സെലക്ട് ചെയ്ത് അതൊരു ഓഡിയൻസായിട്ട് നമുക്ക് സേവ്ഡ് ഓഡിയൻസിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ, എന്നിട്ട് ക്യാമ്പ് ഇടുന്ന സമയത്ത് ആ ഒരു ഓഡിയൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് മാത്രം നമ്മൾ അഡ്വർടൈസ്മെൻ്റ് എത്തുന്ന രൂപത്തിൽ മറ്റതിനെ റൺ ചെയ്യും. മൂന്നാമതായി നമ്മൾ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് അഡ്വർടൈസിംഗ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് അഡ്വർടൈസിംഗ്, അതായത് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു 200 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് ഒരു കൂടുതൽ 5000, 6000 അത്രയൊന്നും ആരും ചെയ്യലില്ല. അപ്പോൾ ഡെയിലി ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഡെയിലി ഒരു 500 രൂപക്ക് മാത്രം റൺ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ഒരു 500 രൂപക്ക് മാത്രം തന്നെ റൺ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈം ബഡ്ജറ്റും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ 500 രൂപ സെലക്ട് ചെയ്യുക. അപ്പം ആ ഒരു ക്യാമ്പ് ആ ഒരു 500 രൂപക്കുള്ള റണ്ണ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ
ഒരു 5 മുതൽ 20 വരെ ഒരു ലോ CPR എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ റിസൾട്ട്, അതായത് ഒരു റിസൾട്ടിന് ഇത്ര പൈസ എന്നുള്ള രീതിയിലാണ് ഇംപ്രഷൻ ചെയ്തിട്ട് ഒരാൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ക്ലിക്കിന് ഇപ്പോൾ ഒരു 5-10 രൂപക്ക് ഇങ്ങനെ സ്പെൻഡായി 2 ക്ലിക്ക് വന്നാൽ 5 ആയിരിക്കും CPR. അപ്പോൾ ഒരു 10 രൂപക്ക് ഒരു 10 ആൾക്കാർ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ CPR 1 ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ 1 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരാളെ നമ്മൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 രൂപക്ക് 10 ആളുകൾ എൻക്വയറി ചെയ്താൽ അത് നമുക്ക് ആകെ ഒരു എൻക്വയറീസിനുള്ള ചിലവ് ആകെ 1 രൂപ എൻക്വയറീസിനുള്ള ചിലവായി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ബെറ്റർ ROI ദാൻ ട്രഡീഷണൽ ആഡ്സ്. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ട്രഡീഷണൽ മാർക്കറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻകം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. 4-മതായിട്ട് നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ ആഡ് ഫോർമാറ്റ് ഫോർ എൻഗേജ്മെൻറ്റ്. ആളുകളുമായിട്ട് എൻഗേജ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആഡ്സുകൾ, അതായത് വീഡിയോ ആഡ്സ് ഉണ്ടാവും, ഇമേജ് ആഡ്സ് ഉണ്ടാകും, കാരോസൽ ആഡ്സ്, സ്റ്റോറി ആഡ്സ്, ലീഡ് ആഡ്സ്. ഈ രൂപത്തിലാണ്. ഇമേജ് ആഡ്സ് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ളത്, നമുക്ക് ആ ഒരൊറ്റ ഇമേജിലൂടെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. രണ്ടാമത്തെ വീഡിയോ ആഡ്സിൽ ആദ്യത്തെ ഒരു 15-60 സെക്കൻഡ്സ് 15 to 60 സെക്കൻഡ്സാണ് ഒരു വീഡിയോ ആഡ്സ് വേണ്ടത്. അതിലാണ് ആദ്യത്തെ ഒരു 3 സെക്കൻഡിൽ തന്നെ അതിലൊരു ഹുക്കിംഗ് ആയിട്ടുള്ളൊരു സംഗതി അതിലുണ്ടാവണം. അതായത് ആ ഒരു വീഡിയോയിൽ ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതി ആദ്യത്തെ ഒരു 3 സെക്കൻഡിൽ ഉണ്ടെങ്കിലേ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് അവർ പോകും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ കരോസൽ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പോസ്റ്റർ ഇടുക, പിന്നെ ആ ഒരു പോസ്റ്ററായിട്ട് സംബന്ധിച്ചൊരു വീഡിയോ ഇടുക. അപ്പോൾ ആ പോസ്റ്ററിലും ആ വീഡിയോസിലൊക്കെ ഒരു ഹുക്കിങ് എല്ലാ സ്ഥലത്തും വേണം. അടുത്തത് സ്റ്റോറി ആഡ്സ്. സ്റ്റോറിയിലും എന്ത് ചെയ്യുക, ആഡ്സ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റോറിയിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഫേസ്ബുക്ക് സ്റ്റോറീസിലൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷനിൽ വാട്സപ്പ് സ്റ്റോറീസിൽ സ്റ്റാറ്റസിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന രീതിയിൽ അപ്ഡേഷൻ വരുമെന്ന് മെറ്റ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ അതും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ചുകൂടി അഡ്വർടൈസ്മെൻറ്റ് മേഖല കുറച്ചുകൂടി വലുതാകുകയും നമുക്ക് ലീഡ്സും എൻക്വയറീസൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ട്. അടുത്തത് ലീഡ് ആഡ്സ് ആണ്. ലീഡ് ആഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യും. നെയിം, പ്ലേസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ ഇന്നോ ബുക്ക് നൗന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സെറ്റപ്പ്, അതാണ് ലീഡ് ആഡ്സ്. അപ്പോൾ അതും കസ്റ്റമർ അതിൽ ലീഡ് ആഡ്സിൽ വരുന്ന അധികവും അത്യാവശ്യം എല്ലാ എൻക്വയറീസും നമുക്ക് ജെന്യുയിൻ ആയിട്ടുള്ള എൻക്വയറീസ് തന്നെ ആയിരിക്കും. 5-മത്തെ കാര്യം അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് ആൻഡ് അനലിറ്റിക്സ്. അതായത് നമ്മളൊരു സംഗതി നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് അത് ആരൊക്കെ കണ്ടു, എത്ര ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർ അതുവഴി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്ലൈ നമ്മൾ ഏത് രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അത് നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഉപകാരം ഉണ്ടായോ ഇല്ലേ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇംപ്രഷൻസും ക്ലിക്സും കൺവേഴ്സേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി സോ യുവർ ആഡ്, നമ്മളെ ആഡ്സ് എത്ര ആളുകൾ കണ്ട് എന്നത് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഇൻസൈറ്റ് നമ്മളെ മെറ്റ ആഡ്സിൻ്റെ ഇതിലുണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അതെല്ലാം കാണിച്ചു തരും. ക്ലിക്സ് ഹൗ മെനി ക്ലിക്സ്, എത്ര ആളുകൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നതും അതിൽ നമുക്ക് കൗണ്ടായിട്ട് കാണിക്കും. കൺവേർഷൻസും ഹൗ മെനി പർച്ചേസ്ഡ് അല്ലെങ്കിൽ സൈൻഡ് അപ്പ്, ലീഡാണെങ്കിൽ എത്ര ആൾക്കാർ സൈനപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത എൻഗേജ്മെൻ്റ് ആണെങ്കിൽ എത്ര ആൾക്കാർ എന്താക്കിയിട്ടുണ്ട് അതിൽ എൻക്വയറി ചെയ്തിട്ടുണ്ട്, അവയർനെസ്സും ട്രാഫിക്കൊക്കെ ആണെങ്കിൽ എത്ര ആൾക്കാർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്കിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മളൊരു നോട്ടീസോ ഫ്ലക്സോ അങ്ങനെ എന്തായിക്കോട്ടെ അത് കൊടുത്താൽ എത്ര ആളുകളത് ശ്രദ്ധിച്ച്, എത്ര ആളുകളത് നോക്കി, എത്ര ആളുകളത് അവോയ്ഡ് ചെയ്ത്, അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ് ഈ മെറ്റ മാർക്കറ്റിങ്ങിൻ്റെ.
ഈ ഒരു 5 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു മെറ്റാ ആഡ്സ് കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ മെറ്റാ ആഡ്സ് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ആ ഒരു മെറ്റാ ആഡ്സിൻ്റെ തുടക്കം എന്താണ്, അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് വേണം. മെറ്റാ ആഡ്സിന് വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഒരു ഫേസ്ബുക്ക് പേജ്, ഈ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ പ്രധാനമായിട്ടും അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ടിലല്ല, ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും വേണം. അപ്പോൾ ആദ്യം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതും അതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജ് രണ്ടും കൂടി ബിസിനസ് സ്യൂട്ട് വഴി കണക്റ്റ് ചെയ്യും. ആ ഒരു കണക്റ്റ് ചെയ്യുന്ന രൂപവും അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആകും. ആ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാം, അത് വളരെ ഈസിയായ രൂപത്തിൽ നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പുതിയ കാര്യങ്ങൾ അറിയാനും അടുത്ത പാർട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.